ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഡിവോഴ്സ് പേപ്പറിൽ ഞാൻ ഒപ്പിട്ടിട്ടും പ്രിയപ്പെട്ട മരുമകൾ എന്തേ ഒപ്പിട്ടില്ല? എന്താ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടാത്തത്? ഏറ്റവും പ്രിയപ്പെട്ട അമ്മ പറഞ്ഞു തന്നതല്ലേ, എന്നിട്ട് എന്തു പറ്റി? ഹരിയുമായിട്ടുള്ള വിവാഹം രജിസ്റ്റർ ചെയ്യാൻ രജിസ്റ്റർ ഓഫീസിലേക്ക് പോയപ്പോ നിനക്കറിയില്ലായിരുന്നോ ജീവനുമായിട്ടുള്ള ബന്ധം നീ വേർപെടുത്തിയിട്ടില്ലെന്ന്? എന്താടി നിന്റെ ഉദ്ദേശം? രണ്ടുപേരും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനാണോ? വാ തുറന്ന് എന്തെങ്കിലും ഒന്ന് പറ. നീ മിടിക്കുക. നിഷ്കളങ്കതയും കരച്ചിലും കാണിച്ച് ഒരേ സമയം രണ്ട് പുരുഷന്മാര്. സത്യത്തിൽ നിന്നെ വിളിക്കേണ്ട വാക്ക് നിഷ്കളങ്കയെന്നല്ല, അതിന് നാട്ടിൽ പറയുന്ന വാക്ക് വീണേ. നീ പോയേ. ദേ, ഇനി മേലിൽ ഇത്തരം ഭാഷകളുമായിട്ട് നിത്യയുടെ മുന്നിൽ വന്നു പോരുത്. വന്നാൽ എന്താ? ഞാൻ പറഞ്ഞത് കാര്യല്ലേ? ഇവിടെ പോലെ നാണോ മാനോ ഇല്ലാത്തൊരുത്തിയെ നിർത്തടി. നാണോ മാനോ എന്ന വാക്ക് നീയാണോ ഉപയോഗിക്കുന്നത്? നിനക്കെന്താടി അതിനുള്ള യോഗ്യത? നിന്നെ പോലെ അഴിഞ്ഞാടി നടന്നവള് ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ? ഒരു കുഞ്ഞിനെയും പ്രസവിച്ചിട്ടിട്ട് അതിന്റെ അച്ഛൻ ആരാണെന്ന് വ്യക്തമായി ചൂണ്ടിക്കാണിക്കാൻ അറിയാത്തൊരു പെണ്ണ് വേറെ ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോടി അങ്ങനെ? എന്നിട്ടും അവള് ഇറങ്ങിയിരിക്കും അങ്ങോട്ട് സാംസ്കാരിക പ്രവർത്തനം നടത്താനായിട്ട്. ദേ, നിത്യയുടെ അന്തസ്സ് നീ വിലയിരുത്തണ്ട. അത് മനസ്സിലാക്കാൻ നിനക്കിനി ഒരു 100 ജന്മം ജനിക്കേണ്ടി വരും. മനുഷ്യത്വന്നൊരു സാധനം ഉള്ളിലുള്ളതുകൊണ്ടാടി ഈ പാവ ഇപ്പൊ ഈ നിൽപ്പ് നിൽക്കുന്നത്. ഇനി അതിനെ ദ്രോഹിച്ചാൽ എന്റെ മറുപടി ഇങ്ങനെ ആയിരിക്കില്ല. എന്റെ കൈ വീഴുന്നതിന് മുമ്പ് ഇറങ്ങിപ്പൊടി. ഇറങ്ങിപ്പോൻ. സോറി നിത്യ. വേണം പറഞ്ഞോട്ടെ. എന്നെ കുറിച്ച് അങ്ങനെ തോന്നല് തെറ്റൊന്നുമില്ല. ഞാനിപ്പോ നടുക്കടല്ല. എങ്ങോട്ട് തൊഴയണമെന്ന് എനിക്കറിയില്ല. മുങ്ങിച്ചവാനുള്ള ഭാഗ്യവും ദൈവം തരുന്നില്ല. ഒന്നും എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല ഹരി. ഇതിനു മുന്നേ എന്നെ സമാധാനിപ്പിച്ചിരുന്ന വാക്കുകളോ വരികളോ ഒന്നും എനിക്ക് സ്വന്തമായി എത്തുന്നില്ല. ഞാൻ തീർന്നു ഹരി, ഞാൻ തീർന്നു. നിത്യ, അമ്മ വീണ്ടും നമ്മുടെ കല്യാണം രജിസ്റ്റർ ചെയ്യാനുള്ള ഒരുക്കത്തില. ഇതൊക്കെ ഹരിക്കൂടി അറിഞ്ഞിട്ടാണോ? താൻ എത്ര ഭംഗിയായിട്ട് എന്നെ മനസ്സിലാക്കിയിരിക്കുന്നത്. ഞാനിങ്ങനെയൊന്നും അല്ല കരുതിയിരുന്നത്. എന്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് തനിക്കറിയാമെന്ന് ഞാൻ വിചാരിച്ചു.
ഹരി, നിത്യയുടെ ജീവിതമാണ്. തനിക്ക് സ്വയം ഒരു തീരുമാനമെടുക്കാം. അതിലൊരിക്കലും ഞാൻ ഇടപെടില്ല. ഞാനൊരു വഴിപോക്കനല്ലേ. കുടുംബക്കാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ കണ്ടപ്പോ ഇടപെടാമെന്നൊരു വഴിപോക്കൻ. ഈ വഴിപോക്കനുള്ള സ്ഥാനം വേലിക്ക് പുറത്താ. ഹരി പറയുന്നതില് ഹരിയുടെ സങ്കടം മുഴുവനുണ്ട്. എന്നോട് തോന്നുന്നു വെറുപ്പുണ്ട്. കാലം എന്നെ ഹരിയുടെയും ജീവന്റെയും ഇടയിൽ നിർത്തിയിരിക്കാം. അതെന്റെ ഗതികേടാ. എനിക്ക് ഇതിൽ കൂടുതലൊന്നും വിശദീകരിച്ച് പറയാനാവില്ല. എന്നോട് പൊറുക്ക പറ്റുമെങ്കിൽ പൊറുക്ക. ഞാൻ സുജാത എന്നോട് സംസാരിക്കാം. എന്റെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായമായിട്ട് ഞാൻ പറയാം. എനിക്ക് താൻ വേദനിക്കാതിരുന്നാ മതി. താനിങ്ങനെ കരയുന്ന കാണുമ്പോ ഉള്ളിൽ എന്തോ ഒരു വിങ്ങല. അമ്മ ഒരുപാട് ബുദ്ധിമുട്ടി എന്നെ തോൽപ്പിച്ചതല്ലേ. ഒരുപാട് സന്തോഷമുള്ള ദിവസമല്ലേ. മധുരം കഴിക്കാമേ. ആ എന്താ ഇത്? കഴിക്കമ്മേ. അമ്മയ്ക്ക് ഇത്ര മെടുക്കുണ്ടാവും ഞാൻ കരുതിയില്ല. എന്തൊരു ഭംഗിയായിരുന്നു. കൃത്യമായിട്ട് എല്ലാവരെയും വിളിച്ചു കൂട്ടി ജീവനെ അങ്ങ് ഇല്ലാതാക്കി. മിടുക്ക് മിടുക്ക് തന്നെ. പക്ഷെ ഇടയ്ക്കൊന്ന് പാളിപ്പോയില്ല അമ്മേ. ഡിവോഴ്സ് പേപ്പറിൽ ഞാൻ ഒപ്പിട്ടിട്ടും പ്രിയപ്പെട്ട മരുമകൾ എന്തേ ഒപ്പിട്ടില്ല? അവൾക്കറിയാം ജീവനെ പിരിഞ്ഞൊരിക്കലും പോവാൻ പാടില്ല.